With immense pleasure, I would like to invite our chairman and managing director, Sri Muhammad Shahid KP. നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളിതാ സ്വാഗതം ചെയ്യുകയാണ്. ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അബ്ബാസ് സാർ, ട്രസ്റ്റ് ചെയർപേഴ്സൺ ശ്രീമതി ഫാത്തിമ ഷിംന, HR മാനേജർ പ്രശാന്ത് സാർ, ജനറൽ മാനേജർ സഫീർ സാർ, പ്രിയപ്പെട്ട മറ്റു മാനേജേഴ്സ് പാഷ സാർ, മുഹമ്മദ് സഫീർ സാർ, മുഹമ്മദ് ഷഫീഖ് സാർ, സജി സാർ, സവിത കൃഷ്ണൻ, ഷംന, സജിത കൃഷ്ണൻ, നാഫിയ, ആഷിഫ, രേണുക, സജിത, ദിൽന, സ്നേഹ, ഹർഷ, റാഹിന, അഞ്ജന, ജിനിഷ, ജീന ജോൺ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള നമ്മുടെ ഗസ്റ്റ് ശ്രീ ഹിഷാം, അതുപോലെ തന്നെ ചിഞ്ചു വിനീത്, അതുപോലെ തന്നെ വിനീത് രാമചന്ദ്രൻ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതേപോലെ തന്നെ നമ്മുടെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഞാൻ ഏറെ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ 2025 കോൺവെക്കേഷൻ സെറമണിയിലാണ്. നമുക്കറിയാം, എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്റർ 2012 മുതൽ പ്രവർത്തനം ആരംഭിച്ച് 2025 എത്തി നിൽക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30,000-ലധികം വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം എന്ന സ്വപ്നം പൂർത്തിയാക്കി കൊടുക്കാൻ എജുവെലിന് സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. അതേപോലെ തന്നെ കേരളത്തിലെ ഓരോ ജില്ലകളിലും, കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടക, അതുപോലെ തന്നെ UAE, ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളുടെയൊക്കെ എല്ലാവിധ സപ്പോർട്ടും എജുവലിനുണ്ട്. നമുക്കറിയാം, വിദ്യാർത്ഥികൾ ഇന്നിവിടെ ഈ സദസ്സിലിരിക്കുമ്പോൾ അവരുടെ വിജയത്തിൻ്റെ ഫലമായിട്ടാണ് അവരിന്ന് ഈ സദസ്സിലിരിക്കുന്നത്. ഇതിൽ SSLC കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ +2 കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്, ഡിഗ്രി PG കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിൻ്റെ, അവരുടെ തീവ്രമായ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അവർ ഈ ഒരു വർഷക്കാലം കഠിന പരിശ്രമം നടത്തിക്കൊണ്ട്, എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാനൊരു വിദ്യാർത്ഥികളുമായിട്ട് ഒരു മണിക്കൂർ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ ആ അവസരത്തിൽ വിദ്യാർത്ഥികൾ പറഞ്ഞത് ഒരുപാട് എഫേർട്ടിൻ്റെ കഥകളാണ്. കാരണം വീട്ടിലെ സാഹചര്യം അനുകൂലമല്ലായിരുന്നിട്ട് കൂടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞ് അതിനിടയിൽ പഠനം കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണ് എൻ്റെ മുന്നിലുള്ളത്. ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവരുടെ ജോലി തിരക്കുകൾക്കിടയിലും ഒക്കെ അതികഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ നല്ലൊരു എഫേർട്ട് ഈ വിജയത്തിന് പിന്നിലുണ്ട്. അതേപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത ഫാമിലി, വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഉണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത ഫാമിലി ഉണ്ട്. കാരണം പഠിക്കാൻ പോവുക എന്ന ആ ഒറ്റ കാരണത്താൽ ഫാമിലിയിൽ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, എന്നാൽ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഉണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഫാമിലിയുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ, ഹസ്ബൻഡിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മക്കളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഫാമിലിയുടെ ഒരു പുഷിങ് ഉണ്ടെങ്കിലാണ് അവർക്ക്
ഓരോ പടികളും അവർക്ക് ഉയർന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു എഫേർട്ട് അതിന് പിറകിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ മാക്സിമം വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമുക്കറിയാം, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ ഏറ്റവും ബെസ്റ്റായിട്ട് എജുവലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർവീസ് മോട്ടീവാണ്, ഒരിക്കലും പ്രോഫിറ്റ് മോട്ടീവല്ല, സർവീസ് മോട്ടീവാണ്. അപ്പോൾ സർവീസ് മോട്ടീവ് ആകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലെ ആളുകൾക്ക് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമായിട്ടാണ് എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്റർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അത് നൽകാൻ സഹായിച്ച നിരവധി അധ്യാപകരുണ്ട്. എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ 300+ അധ്യാപകർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും 300+ അധ്യാപകർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായും കൂടെയാണ് ഇന്ന് ഈ വിജയം നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ അധ്യാപകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരൊരു മെൻറ്ററിങ് രീതിയിലാണ് വിദ്യാർത്ഥികളെ ട്രീറ്റ് ചെയ്യുന്നത്. മെൻറ്ററിങ് ഭയങ്കര സപ്പോർട്ടീവാണ്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് ധൈര്യപൂർവ്വം ഒരു ഫ്രണ്ട്ലി ആയി നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരോട് സംവദിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ അധ്യാപകരിൽ തൃപ്തരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഒരു 200-ലധികം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളുണ്ട് എജുവലിൽ. ഈ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളാണ്, അഡ്മിൻസാണ് എജുവലിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ട സർവീസ് കൃത്യമായ സമയങ്ങളിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട്, നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട്, നിങ്ങളെ കൊണ്ട് വർക്ക്, നിങ്ങളുടെ ഫയലുകൾ പെട്ടെന്ന് ഫോർവേഡ് ചെയ്തുകൊണ്ടൊക്കെ മാക്സിമം അവരെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അഡ്മിൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ സാധാരണ ഒരു ഓഫീസ് ടൈം ഒരു 9 to 5 o'clock ആവും. പക്ഷേ എജുവലിലെ അഡ്മിൻസിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് അവർ രാത്രി 10 മണിയായാലും 11 മണിയായാലും കൃത്യമായിട്ടുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും വിദേശത്തുള്ള വിദ്യാർത്ഥികളാണ്, സമയത്തിൽ മാറ്റമുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ GCC കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്കുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ട കൃത്യമായിട്ടുള്ള സർവീസ് അഡ്മിൻസിന് നൽകാൻ സാധിക്കുന്നുണ്ട്. അത് വലിയ ഒരു മുതൽക്കൂട്ടായിട്ടാണ് എജുവൽ കാണുന്നത്. അതേപോലെ തന്നെ ഈ എജുവലാക്കി മാറ്റിയ എൻ്റെ പ്രിയപ്പെട്ട മാനേജേഴ്സ്, ആ 18 മാനേജേഴ്സ് വിശ്രമമില്ലാതെ, ഇപ്പോൾ അഡ്മിൻസിന് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ മാനേജേഴ്സിന് ഒരു ടൈം ഷെഡ്യൂൾ ഇല്ല, 24 hours അവർ അവൈലബിൾ ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ശക്തമായ ഒരു ടീമാണ് എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിനെ മുന്നോട്ട് നയിക്കുന്നത്. 1-2 ആളുകളല്ല, ശക്തമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ വിങ് ഉണ്ട്. അതുപോലെ തന്നെ 18ഓളം മാനേജേഴ്സ് ഇതിനെ മാനേജ് ചെയ്യാനുണ്ട്. അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടൊരു സൂപ്പർവിഷൻ ഇതിൽ നടക്കുന്നുണ്ട്. കാരണം ഇതൊരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള സർവീസ്, ക്വാളിറ്റി സർവീസ് ഓരോ ആളുകളിലേക്കും എത്തിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധപൂർവ്വമുള്ളൊരു കാര്യമാണ്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ സർവീസാണ് നമ്മുടെ മോട്ടീവ്, ഒരിക്കലും പ്രോഫിറ്റ് അല്ല മോട്ടീവ്. പ്രോഫിറ്റിന് സെക്കൻഡ് ചാൻസേ ഉള്ളൂ, ഫസ്റ്റ് സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, നിങ്ങൾ പഠനം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഈ വേദിയിൽ തന്നെ നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. അപ്പോൾ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിൽ എത്തി എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. അത് നിങ്ങൾ അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക്, മറ്റ് കോഴ്സുകൾ എടുക്കുന്നതിലേക്കും മറ്റൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിലേക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പഠനം ഇപ്പോൾ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഒരിക്കലും SSLCയിൽ സ്റ്റോപ്പ് ചെയ്യരുത്. അവർ +2 നിർബന്ധമായിട്ടും പഠിക്കണം. +2 കഴിഞ്ഞവർ നിർബന്ധമായും ഡിഗ്രി ചെയ്യണം, PG ചെയ്യണം, മറ്റ് സ്കിൽ കോഴ്സുകൾ ചെയ്യണം. അതിൻ്റെ കാരണം നമുക്കറിയാം, ഇന്ന് ഒരുപാട് സാധ്യതകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലായാലും വിദേശ രാജ്യങ്ങളിലായാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് എൻ്റർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എഡ്യൂക്കേഷൻ ഉണ്ടാവണം. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എൻ്റർ ആവാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകുന്ന സമയത്ത് നിങ്ങളതിലൊരു സ്കിൽ കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം ഇന്ന്
സ്കില്ലുള്ള ആളുകൾക്കാണ് ലോകത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങളുള്ളൂ. ആ സ്കില്ലിൽ തന്നെ ഏറ്റവും നമുക്ക് വേണ്ട സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആളുകളുമായിട്ട് സംവദിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഓരോ വിദ്യാർത്ഥികളും, അത് SSLC വിദ്യാർത്ഥികളായാലും പ്ലസ് 2 വിദ്യാർത്ഥികളായും മറ്റ് കോഴ്സുകളെടുത്ത വിദ്യാർത്ഥികളായും നിർബന്ധമായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ആ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്കാണ് ലോകത്തിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. അല്ലാതെ നമ്മളൊരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നമുക്കൊരു പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള ഒരു മടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഭയമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ മുന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. എജുവലിനെ സംബന്ധിച്ചിടത്തോളം എജുവൽ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതല്ല, അതിലുപരി സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ്. കാരണം സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആകുമ്പോൾ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. നന്നായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ TTC കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട്. ഒരു 150-ലധികം വിദ്യാർത്ഥികൾ TTC കോഴ്സ് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണെന്നെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം. നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടി നിങ്ങളത് വീട്ടിൽ സൂക്കേസിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കുകയല്ല വേണ്ടത്, അതവിടെ വെക്കണം. ഒപ്പം തന്നെ നിങ്ങൾ പെർഫോമൻസ് കാഴ്ചവെക്കണം. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി അവർ അസസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലാണ് അവർ അപ്പോയിൻ്റ് ചെയ്യുള്ളൂ. അത് ഞാനും നിങ്ങളും ആയാലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകളെയാണ് സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ മാക്സിമം പെർഫോമൻസ് എന്ത് ചെയ്യുക, കാഴ്ചവെക്കുക. എജുവലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ഒരു 100+ കോഴ്സുകൾ ഇനിയും എജുവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. 100+ കോഴ്സുകൾ, അതൊക്കെ ആ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കോഴ്സുകൾ, പഠനം സ്റ്റോപ്പ് ചെയ്യാതെ അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി എജുവൽ ആഗ്രഹിക്കുന്നത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും കുറേ ആളുകൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ എജുവൽ ഏകദേശം ഒരു 500-ലധികം വിദ്യാർത്ഥികൾക്ക് ഫ്രീ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ്. നിർബന്ധമായിട്ടും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കുട്ടികൾക്ക് നിർബന്ധിത കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നുള്ളത് പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഫ്രീ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എജുവലിൽ അവൈലബിൾ ആണ്. ഓരോ വിദ്യാർത്ഥികൾക്കും ₹1 ഫീസ് അടക്കാതെ എജുവലിൽ വന്നിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അതേപോലെ തന്നെ ഓരോ പഞ്ചായത്തിലെ അടിസ്ഥാനത്തിലും അർഹരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് അർഹമായിട്ടുള്ള കോഴ്സുകളിലേക്ക് ഫീസൊന്നും വാങ്ങിക്കാതെ പ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ കൊണ്ട് കോഴ്സ് എടുപ്പിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് സ്കൂളുകളിൽ, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറികളിൽ അവിടെ ബുക്ക് ഡൊണേഷൻ നടത്തിയിട്ടുണ്ട്. ലൈബ്രറിയിലേക്ക് ബുക്ക് ഡൊണേഷൻ നടത്തിയിട്ടുണ്ട്. ഈ വർഷത്തിൽ നമ്മൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു 10-20 കുട്ടികൾക്ക് ഒരു സ്കൂൾ കിറ്റ് വിതരണം നടത്തി. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് തന്നെയാണ് എജുവലിലുള്ളത്. സോ ഇനിയും അത് തുടരും. പിന്നെ എജുവലിൻ്റെ ഒരു ഭാവി ഞാൻ സ്വപ്നം കാണുന്നത്, എജുവൽ ഇനി അടുത്ത വർഷത്തിൽ നേരത്തെ അബ്ബാസ് സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രീ പ്രൈമറി സ്കൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് പ്രധാനമായിട്ടും നമ്മളിൽ നിന്ന് കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ അവസരം ഉണ്ടാവും. പ്രീ സ്കൂളുകൾ നമുക്ക് കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും വന്നു കഴിഞ്ഞാൽ ആ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലുള്ള പ്ലേസ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ സ്റ്റുഡൻസിന് തന്നെ ആയിരിക്കും. കാരണം പ്രൈമറി സ്കൂളുകളിലൂടെ നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇംഗ്ലീഷ് മീഡിയം, LP, UP, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞ് കോളേജ്, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിത്തിൻ 5 ഇയറിൽ നമുക്കൊരു ആർട്സ് കോളേജ് വരും. കാരണം PG കഴിഞ്ഞ കുട്ടികൾക്ക് അവിടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയറായോ? PG കഴിഞ്ഞവർക്ക് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ എജുവലിലൂടെ തന്നെ ഈ സ്ഥാപനങ്ങളിലൂടെ, ഈ സ്ഥാപനത്തിലൂടെ പഠിച്ചെടുക്കുന്നവർക്ക് ഞങ്ങൾ നിർബന്ധമായിട്ടും നൽകും എന്നുള്ളതാണ്.
അപ്പോൾ എജുവലിൻ്റെ ഒരു ഭാവി ഞാൻ നേരത്തെ സൂചിച്ചതുപോലെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ സർവീസിനെ വ്യാപിപ്പിക്കും. അതുപോലെ തന്നെ GCC കൺട്രീസിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇത് പോവും. മറ്റ് രാജ്യങ്ങളിലേക്കും ഇതിനെ കൊണ്ടുപോകണം എന്നുള്ള വലിയൊരു സ്വപ്നമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് ഇത്ര എത്തിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാക്സിമം എൻഡിലേക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു ശക്തമായൊരു കോൺഫിഡൻറ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്നെ എനിക്ക് പിന്തുണ നൽകുന്ന എൻ്റെ മാനേജേഴ്സാണ്. കാരണം ഞങ്ങൾ 18 പേര് ഈ എജുവലിന് വേണ്ടി രാവും പകലും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്താ, ബെറ്റർ സർവീസ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇനിയും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത്. എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികളൊരു പ്രവണത, പിന്നെ അവർ കോഴ്സൊക്കെ കഴിഞ്ഞു, ഇനി ജോലിക്കൊന്നും പോകണ്ട, ഇനി എന്ത് ചെയ്യാം, വീട്ടിൽ തന്നെ തുടരാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഇപ്പോൾ നിങ്ങൾ ട്രെയിൻഡാണ്. ഒരു വർഷം ഗ്യാപ്പ് വന്നാൽ പ്രോബ്ലം വരും. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുക എന്നതിലുപരി എല്ലാവരും എന്ത് ചെയ്യുക, സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വാർഡടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. വിദ്യാഭ്യാസ ബോധവൽക്കരണം നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം ചെയ്യുക. കാരണം ഇന്ന് അവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം അനിവാര്യമാണ്. അപ്പോൾ കൂടുതൽ അവസരങ്ങൾ ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഒരുപാട് തൊഴിലില്ലായ്മ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇന്നും ദാരിദ്ര്യത്തിലാണ്. അതിനെ നീക്കം ചെയ്യണമെങ്കിൽ ജോലി ലഭ്യമാകണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ പ്രദേശത്ത് ഓരോ വാർഡിലായാലും നിങ്ങൾക്ക് കോഴ്സ് പഠിക്കാൻ ഫ്രീ ആയിട്ട് അവർക്ക് പഠിക്കാൻ എജുവൽ അവസരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. എന്നിട്ട് എജുവലിലൂടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല തൊഴിലേക്ക് പോകാൻ പറ്റും. ഒരുവന് തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം രക്ഷപ്പെടും. അപ്പോൾ ആ കുടുംബം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുന്നിട്ട് ഇറങ്ങണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും SSLC, +2, ഡിഗ്രി, PG, TTC വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറിമണി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. A big round of applause, please, dear ladies and gentlemen. That was Mr. Muhammad Shahid.